നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്തിട്ടലക്കാം, ഇലക്ഷൻ വരട്ടെ എന്ന് കച്ചകെട്ടിയിരിക്കുന്ന CPM-ന് ഇരുട്ടടി. സുപ്രീം കോടതിയിൽ നിന്നും ആ നിർണായക വിധി വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. വിവാഹിതയായ യുവതിക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന കേസ് നൽകാനാവില്ല. വളരെ നിർണായകമായ ഉത്തരവുമായി സുപ്രീം കോടതി വീണ്ടും രംഗത്ത്. വിവാഹിതയായ ഒരു യുവതിക്ക് ഒരാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് ഇനി മുതൽ പരാതി നൽകാനാവില്ല എന്നാണ് കോടതിയുടെ ഉത്തരവ്. ജസ്റ്റിസ് B. വിനാകരഞ്ഞ, ഉജ്വൽ ഭൂയൽ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വളരെ സുപ്രധാനമായ ഉത്തരവ്. യഥാർത്ഥ ബലാത്സംഗ കേസുകൾ കണ്ടുപിടിക്കാൻ കോടതികൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പേരിൽ എണ്ണമറ്റ കേസുകളാണ് ഓരോ ദിവസവും കോടതിയിൽ എത്തപ്പെടുന്നത്. ആ പശ്ചാത്തലത്തിലാണ് നിർണായകമായ ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്ന വനിതാ അഭിഭാഷകയുടെ പരാതി തള്ളിക്കൊണ്ടാണ് സുപ്രധാനമായ ഈ ഉത്തരവ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. വിവാഹിതയായ അഭിഭാഷകയ്ക്ക് മറ്റൊരു അഭിഭാഷകനായി ബന്ധമുണ്ടായിരുന്നു. കുറച്ചു കാലത്തിന് ശേഷം തന്നെ ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. ഇവരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. എന്നാൽ കേസ് കോടതി തള്ളിക്കളഞ്ഞു. ഉത്തരവിൽ കോടതി പറഞ്ഞിരിക്കുന്നത് 1955 ഹിന്ദു വിവാഹ നിയമത്തിലെ 5-ാം വകുപ്പിലെ 1-ാം ഉപവകുപ്പ് പ്രകാരം വിവാഹിതയായ ഒരു സ്ത്രീക്ക് ആ ബന്ധം നിലനിൽക്കെ മറ്റൊരു വിവാഹം കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരാളുമായി ശാരീരിക ബന്ധം പുലർത്തിയ ശേഷം പിന്നീട് അത് ബലാത്സംഗമാണ് എന്ന് പരാതി നൽകാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമൂഹത്തിൽ വലിയ രീതിയിൽ ചലനങ്ങളും ചർച്ചകളും സൃഷ്ടിക്കുന്ന ഒരു സുപ്രധാന വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വലിയ തോതിലുള്ള വ്യാജ പ്രതികൾ മൂലം യഥാർത്ഥ ബലാത്സംഗ പരാതികൾ തിരിച്ചറിയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്ന്, അതുകൊണ്ട് തന്നെ പരാതികൾ കോടതികൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും ഈ കേസ് റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു. കേരളത്തിൽ നിന്നും ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള വ്യാജ പരാതികൾ വരുന്ന സാഹചര്യത്തിൽ നിയമപരമായി ഒരാളുടെ ഭാര്യ ആയിരിക്കെ ഉഭയസമ്മതപ്രകാരം മറ്റൊരു പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം പിന്നീട് അത് ബലാത്സംഗമായി ചിത്രീകരിച്ച പരാതി നൽകുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് ഈ സുപ്രധാന ഉത്തരവിലൂടെ സുപ്രീം കോടതി അടിവരയിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലുള്ള ഒരുപാട് കേസുകളിൽ ഈ വിധി വലിയ സ്വാധീനങ്ങൾ ചെലുത്തുമെന്നത് യാതൊരുവിധ സംശയവുമില്ല. പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ചാ വിഷയമായി വന്നിരിക്കുന്നത്. ഇങ്ങനെ ചർച്ചാ വിഷയമായി വന്നിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലടക്കം ഈ വിഷയം, ഈ ഒരു കാര്യം എന്തായാലും ഉണ്ടാകും. കാരണം 3 കേസുകളും, അതിൽ 1 മാത്രമാണ് വിവാഹം കഴിക്കാത്ത യുവതി. ബാക്കി 2 പേരും നേരത്തെ വിവാഹിതരായിരുന്നു, എന്നാൽ ഡിവോഴ്സ് പോലും ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് പിന്നീട് വിവാഹ ബന്ധത്തിലേക്ക് വന്നത്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നൽകിയിരിക്കുന്ന ഈ കേസുകളെല്ലാം തള്ളിപ്പോകാനുള്ള സാധ്യത തന്നെയല്ലേ ഇപ്പോൾ കണ്ടുവരുന്നത്.